ആലത്തൂരിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന് പകരക്കാരൻ ആരാണ്? ലിസ്റ്റിൽ BN വാസവനും OR കേളുവും. പട്ടികവർഗത്തിൽ നിന്നുള്ള LDFന്റെ ഏക MLA ആണ് OR കേളു. മാനന്തവാടിയിൽ നിന്നും നിയമസഭ സീറ്റ് ലഭിച്ച വ്യക്തി. ഒരു വ്യക്തി പട്ടിക വിഭാഗത്തിലെ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ മറ്റൊരു പട്ടിക വിഭാഗക്കാരൻ വരുന്നത് നല്ലതാണ്. എന്നാൽ നൽകിയ ചുമതലകളിലും വകുപ്പിലും ചില പ്രശ്നങ്ങളുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ സുന്ദരമായ കാഴ്ചയായിരുന്നു കെ രാധാകൃഷ്ണന്റെ വരവ്. പിണറായി മന്ത്രിസഭയിലെ അപ്രധാനമായ വകുപ്പാണ് കെ രാധാകൃഷ്ണന്റെ മേൽനോട്ടത്തിനായി ഏൽപ്പിച്ചതെന്ന ഒരു ഭാഗത്തു നിന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എങ്കിലും കൃത്യമായ കൈകളിലായിരുന്നു അവ എത്തിച്ചേർന്നത്. സീനിയോറിറ്റിയിൽ രണ്ടാം സ്ഥാനത്തായിരുന്ന അദ്ദേഹം ദേവസ്വം വകുപ്പിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായത് ചരിത്രം. മുന്നോക്ക വിഭാഗക്കാരും സവർണക്കാരും കുടികുത്തി വാണിരുന്ന ദേവസ്വം വകുപ്പിന്റെ തലപ്പത്തേക്കാണ് കെ രാധാകൃഷ്ണനെ കൊണ്ടുവന്നത്. ഈ വരവിനെ വിപ്ലവ പ്രവർത്തനമായാണ് CPM വാഴ്ത്തിയത്. പട്ടികജാതിക്കാരനായ ഒരു അവിശ്വാസി ദേവസ്വം വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റു. മന്ത്രിയായിരുന്നിട്ട് പോലും പയ്യന്നൂരിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ജാതി വിവേചനം നേരിട്ട വിവേചനം ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു. അവിശ്വാസിയും പട്ടികജാതിക്കാരനുമായ ആദ്യ ദേവസ്വം മന്ത്രി എന്ന വിപ്ലവത്തിന്റെ ആയുസ് ഇപ്പോഴിതാ 3 ആണ്ടായി ചുരുങ്ങിയിരിക്കുന്നു. 3 വർഷമായി പാർലമെന്ററി ദേവസ്വം SC/ST വകുപ്പുകളുടെ അമരത്വം പ്രവർത്തിച്ച വ്യക്തിക്ക് പകരമാര്? ആ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പകരക്കാരൻ OR കേളുവായിരുന്നു. എന്നാൽ പട്ടികക്കാരനായ ഈ പകരക്കാരൻ ദേവസ്വം ഭരിക്കേണ്ടതില്ല എന്നാണ് പുരോഗമന പാർട്ടിയായ CPM തീരുമാനിച്ചിരിക്കുന്നത്. പകരം VN വാസവൻ മതിയത്രേ. കടകംപള്ളി സുരേന്ദ്രനായിരുന്നു 1ാം പിണറായി മന്ത്രിസഭയിലെ ദേവസ്വം വകുപ്പ് മന്ത്രി. 2ാം പിണറായി സർക്കാരിന്റെ വിപ്ലവകരമായ ചരിതത്തെ അവർ തന്നെ കാറ്റിൽ പറത്തിയാണ് വാസവന്റെ എൻട്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ ഈഴവ വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള മാർഗമായാണ് CPM ദേവസ്വം വകുപ്പിനെ ഇപ്പോൾ കാണുന്നത്. കെ രാധാകൃഷ്ണനാകട്ടെ സവർണ അധികാര കേന്ദ്രങ്ങളിലായിരുന്ന ദേവസ്വം ബോർഡിൽ ഒറ്റയ്ക്കായിരുന്നു പോരാട്ടം. വകുപ്പിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിലനിൽക്കെ തന്നെ പല എതിർപ്പുകളെയും അവഗണിച്ച് ചില ശക്തമായ തീരുമാനങ്ങളും അദ്ദേഹം എടുത്തു. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പടിയിറക്കം. മന്ത്രിയുടെ നേതൃത്വത്തിലെടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ദേവസ്വം ബോർഡുകൾക്കു കീഴിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ PSCക്ക് സമാനമായ രീതിയിൽ സംവരണം നടപ്പിലാക്കുക എന്നത്. നിയമന റൊട്ടേഷൻ ചാർട്ടിലെ അപാകതകൾ പരിശോധിച്ച് ദേവസ്വം ബോർഡിലും PSC മാതൃകയിലെ സംവരണം നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തു. വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിയെങ്കിലും നടപ്പിലാക്കാനാകാതെയായിരുന്നു രാജിവെച്ചിറങ്ങേണ്ടി വന്നത്. ദേവസ്വം ബോർഡിലെ സംവരണത്തിൽ മാത്രമാകാതെ ഭരണഘടന അദ്ദേഹം എവിടെയും ഉയർത്തിപ്പിടിച്ചു. അടിമത്തത്തിന്റെ ഭാഗമായി കരുതുന്ന കോളനി എന്ന പദവും പ്രദേശങ്ങളുടെ പേരിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തു. എല്ലാം കഴിഞ്ഞു കേളുവിന്റെ എൻട്രി. എന്നാൽ കേളുവിന് നൽകിയ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമമാണ്. മറ്റു വകുപ്പുകളൊന്നും കൈകാര്യം ചെയ്യാനുള്ള ശേഷി OR കേളുവിന് ഇല്ലെന്നാണോ? അതുകൊണ്ടാണോ ദേവസ്വം ചുമതല വാസവനെ ഏൽപ്പിക്കാൻ ഒരുങ്ങുന്നത്? ഏത് അളവുകോൽ വെച്ചാണ് ദേവസ്വം വകുപ്പ് ഭരിക്കാനുള്ള യോഗ്യത കേളുവിന് ഇല്ല എന്നും എന്നാൽ വാസവൻ ഉണ്ടെന്നും CPM അളക്കുന്നത്? ഈ അളവുകോൽ CPM എക്കാലവും വെച്ചു പുലർത്തുന്ന ജാതീയതയാണ്. എന്നാലാതെ എന്താ മറ്റൊരു ഉത്തരം?